എത്ര ഷർട്ടുണ്ട്? 3 ഇതെന്നെ അലക്കുകടയോ? നമസ്കാരം സാറേ, ഞാൻ ഗൗരി മാഡത്തിന്റെ മേക്കപ്പ് മാനാ. പേര് മുരുകൻ ഡീസന്റ് മുക്ക്. ഈ ഡീസന്റ് മുക്ക് എന്നുള്ളത് എന്റെ അച്ഛന്റെ പേരാണോ? അയ്യോ അല്ല, അത് തിരുവനന്തപുരത്ത് മുടവൻ മുകളിലുള്ള ഒരു ജംഗ്ഷനാ. എന്റെ അച്ഛൻ അവിടെ വർക്ക്ഷോപ്പായിരുന്നു. ഞാന് സത്യൻ, ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ. അറിയാം. കാമം, ക്രോധം, കമ്പം, ആഹ്ലാദം, അട്ടഹാസം, അട്ടിമറി, സന്തോഷം, വൈക്ലഭ്യം, ആശ്ചര്യം, നിരാശ, നിർമാല്യം, നീരസം, ഇതിലേത് തരം മേക്കപ്പ് വേണമെന്ന് ചോദിക്കാൻ വന്നാ സാറേ. ആ കുട്ടിക്ക് ജന്മനാ കിട്ടിയ ഒരു സൗന്ദര്യമുണ്ട്, അത് നശിപ്പിക്കാതെ താനിഞ്ഞ് കൊണ്ടുവന്നാ മതി. ഡീസന്റ് മുക്ക് ചെല്ലേ. നമുക്ക് ആ ക്രെയിനപ്പ് ഷോട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ. ഗൗരി, പ്രേം, ഇത് ധർമ്മരാജൻ മാസ്റ്റർ. നമ്മുടെ പടത്തിലെ ഈ ഫൈറ്റ് സീക്വൻസ് എടുക്കുന്നത് മാസ്റ്ററാണ്. ആദിത്യന്റെ ഒറ്റ നിർബന്ധം കാരണമാണ് ഞാൻ സമ്മതിച്ചത്. ശരിയായില്ലെങ്കിൽ ഇത് മുഴുവൻ റീഷൂട്ട് ചെയ്യേണ്ടി വരും കേട്ടോ ആദിത്യ. അത് നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇല്ല സർ, നന്നായി വരും, ഉറപ്പ്. സാറേ, ഈ ഒരു ക്യാമറ മാത്രം ഒരു 10 അടി പുറകോട്ട് വെക്കാവോ? എന്തിന്? ബൈക്ക് ജമ്പ് അല്ലേ സാർ? വന്ന് ലാൻഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ പിടിച്ച പിടിക്ക് വണ്ടി നിൽക്കത്തില്ല, അതുകൊണ്ടാ. പൊന്നു മോനെ, വരട്ടാതെ പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. ഇവിടം വരെ പോയിട്ട് ഇതിന്റെ 7 അയലത്ത് വരില്ല നീ. ഈ ബൈക്ക് ജമ്പ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. സുരേഷേ, നീക്ക് വെച്ച് കൊടുക്കാൻ അയാൾക്ക് വേണ്ടെന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തോട്ടെ. അയാളല്ലേ ജമ്പ് ചെയ്യുന്നത്, അയാളുടെ കോൺഫിഡൻസ് അല്ലേ പ്രധാനം. താങ്ക് യു സർ. എടുത്ത് പുറകോട്ടേക്കട, അവന്റെ ചാട്ടൊന്ന് കാണട്ടെ. ചെല്ലേ, നീ കോസ്റ്റ്യൂം മാറിയുടൻ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ മാസ്റ്റർ. നന്നായില്ലേ സാർ, കുറച്ചെങ്കിലും പുറകോട്ട് വെച്ചത്. ഓക്കെ സാർ. ആരാ മാസ്റ്റർ പയ്യൻ? ആന്റണി, ടാർസൻ ആന്റണി, എന്റെ ശിഷ്യനായവൻ. ഗുഡ്. എന്തൊരു ജമ്പായിരുന്നു. എടോ, ഈ സീറ്റ് ഒന്ന് തുടക്കണോ? ഓ സോറി സാർ. റെഡിയാണോ? റെഡി, ക്യാമറ റോളിംഗ്, ആക്ഷൻ. കഷ്ടപ്പെടുന്നത് നീയും കയ്യടി മേടിക്കുന്നത് അവനും. അതിന്റെ വല്ല ഉളുപ്പ് അവന് മൂത്തോണ്ടോ നോക്കി. അവനെന്തിനാടാ ഉളുപ്പ്? അവന്റെ ജോലി അവൻ ചെയ്യുന്നു, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നു. ഓക്കെ. നീ പുലിയല്ലടാ. ആ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോ തട്ടിയടിച്ച് വീഴുമെന്നുള്ള പേടിയുണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഏയ് ആദിത്യ, ചുമ്മേടാ, ഒന്ന് പറഞ്ഞൂടെ? ഏയ് ടച്ച് അപ്പ്, കം കം. കാര്യം നിങ്ങളെല്ലാം നല്ല പിള്ളേരാ, പക്ഷെ ഇതൊരു സിനിമ ക്യാമ്പാ. ഫ്രണ്ട്സ് ആണെന്ന് കരുതി കണ്ട അലവലാദികളെ കൊണ്ടൊന്ന് വെള്ളം മേടിച്ചു കൊടുത്ത് അടുപ്പിക്കുന്ന മോശമാണി. ഒരെണ്ണോട് ഒഴിച്ചേ. ഇയാൾക്ക് എന്തിന്റെ കേടാ? അവന്റെ മുറി മാനവ മര്യാദയ്ക്ക് ആരുടെങ്കിലും കയ്യും കാലും തല്ലിയോടിച്ച് അവൻ കൊണ്ടുവരുന്ന കാശ്, ആ കാശ് കൊണ്ട് അവൻ മേടിക്കുന്ന കള്ള്, അത് കുടിച്ച് വാടുന്നത് അവന്റെ ഞങ്ങളുടെയും കരള്. എന്നാ നിങ്ങൾ എന്നെ പിടിച്ചെങ്കിൽ തിന്നെ. എന്റെ പൊന്നുവായി, നിങ്ങ കാര്യം പറ. ഗൗരി മേനോന്റെ ഒരു ഓട്ടോഗ്രാഫ് നടക്കൂലേ? നീ എന്നാ പറഞ്ഞേ? ഓട്ടോഗ്രാഫ് നടക്കുവന്നു? എടാ മോനെ, ഈ കൈ കിടന്ന് വളർന്ന കൊച്ച 13ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ
13 വയസ്സുള്ളപ്പോൾ കലാതിലകം കിട്ടാൻ വേണ്ടി മാർഗം കളിക്കാൻ ഒരു മാർഗവും ഇല്ലാതെന്ന് എൻ്റെ കൊച്ചിന് മേക്കപ്പ് ഇട്ട് ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തവനായി മുരുകൻ ഡീസന്റ് ബുക്ക്. അങ്ങനെയുള്ള ഈ ഞാൻ പറഞ്ഞ ഓട്ടോഗ്രാഫ് അല്ല, ഒരു ജീവനം വരെ നിനക്ക് അവള് തരും. ആണോ? ആ എന്നോ ഓട്ടോഗ്രാഫ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ വഴിക്കൊന്ന് പിടിച്ചാലോ? ഏത് വഴിക്ക്? അല്ല, ചേട്ടൻ പറയണ ജീവിതം കിട്ടണമെങ്കിൽ എനിക്ക് ചത്താലും വേണ്ടില്ല. വാ ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ ഗൗരി മേനോനെ പോയി കാണണം. ജീവിതം ഈ പാതിരാത്രിയില് അതും നിനക്ക്. എടാ മാക്രിയല്ല ആക്രി, രണ്ടും ഒന്ന് തന്നെ. എടാ ഗൗരി മേനോൻ ഹോളിഡേയിലെ സൂട്ട് റൂമിലാ താമസം. ഈ സമയത്ത് നീ ഒരു ജീവിതം ചോദിച്ച് അങ്ങോട്ട് ചെന്നാ നിന്റെ ഇപ്പോൾ ഉള്ള ജീവിതം കട്ടപ്പുറത്താവും. ആര് പറഞ്ഞു? ഞാൻ കൊണ്ടുവന്നില്ല. അങ്ങനെ പറ. നിനക്ക് ഗൗരി മോളുടെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ച് തന്നിട്ട് ഈ മുരുകൻ ഡീസന്റ് മുക്കുന്ന രാത്രി കള്ളു കുടിക്കുള്ളൂ. വാടാ മകളെ, എഴുന്നേക്ക്. വാടാന്റണി, ഞാനെങ്ങനെ വാടാ, നല്ല രസൂരിക്കുന്നു. നീ വാ, നീ വന്നാ മതി. കുടിച്ച് ബോധമില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടി അവസാനം ഞാൻ പറയേണ്ടി വരുവേ. പിന്നെ ഇവിടെ ആരും വാള് വെച്ചാൽ അകത്ത് പോയി വാള് വയ്ക്കാം. കുഴപ്പമാണ്. വാ എല്ലാവരും. ഏ, ഇവിടെ അല്ലേ? വിളിച്ച് ചോദിക്കുക പോലും ചെയ്യാതെ ഇത്. പോരെ, ഇങ്ങോട്ട് പോരെ. അല്ല എടാ, ഇത് വലിയ പ്രശ്നമാവേ ഞാൻ പറയുന്നത് കേട്ടോ. വാടം കാട്ടും, എനിക്കൊരു ജീവിതം കിട്ടും. ഇങ്ങനെ ഒറ്റ ഒരെണ്ണം തുടങ്ങി വെച്ചത്. സർല, ആരാ നോക്ക്. സരമാ എടി സരളെ, എവിടെയാണ് നമ്മുടെ ഗൗരി കുഞ്ഞ്? എതുക്കണ്ണ இந்த നേരത്ത് ഉനക്ക് എന്നെ വേണം? നിന്നെ വേണ്ട, അത് ശരി. അത് അറിഞ്ഞാലേ നീ ഗൗരമോളെ വിളിക്കുള്ളൂ. വരാൻ പറയടി എന്റെ കുഞ്ഞിനോട്. അയ്യോ, എന്താ എന്താ കാര്യം? ഇത് അയ്യോ, ഞാനല്ലെന്ന് പറ. എന്റെ കഞ്ഞുകൂടി പൊട്ടിക്കരുത്. ഞാൻ ഇനി മേലെ ആവർത്തിക്കൂല അരിയന്മാരെ. എന്താ എല്ലാവരും കൂടി ഈ നേരത്ത്? ആന്റണി, നീ പറ. ഞാനാ? എന്താ കാര്യം? അത് ഇവൻ എൻ്റെ ഒരു സുഹൃത്താ. ഇവന് മേഡം ഒരു ജീവിതം കൊടുത്തിരുന്ന, അല്ല മേഡത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞ്. ഒന്നുമില്ല മേഡം, ഞങ്ങൾ പോയിട്ട് നാളെ സെറ്റിൽ വന്നോളാം. സോറി, ഗുഡ് നൈറ്റ്. നിൽക്കൂ, ആ ബുക്കും പേനെങ്കിൽ തരൂ. ആന്റണി എന്നല്ലേ പേര്? അതെ. ഇന്ന് രാവിലത്തെ ബൈക്ക് ജമ്പിങ് കലക്കി. സത്യത്തിൽ ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചെങ്കിലും ഇറ്റ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു മേഡം. എന്റെ ട്രെയിനിങ് അല്ലേ മേഡം, പയ്യനെ തെറ്റുപറ്റില്ല. നിങ്ങൾ? ഞാൻ ഭാഷ ധർമ്മരാജ മാസ്റ്റർ അസിസ്റ്റന്റ്. നമസ്കാരം, ഞാൻ ആക്രി സുനി, സോറി സുനിൽ കുമാർ. മാഡത്തിന്റെ ഏറ്റവും വലിയ ആരാധകനാണ്. മാഡം അഭിനയിച്ച സിനിമ ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ കാണും. ഏയ്, എന്താ ഇവിടെ ബഹളം? നിങ്ങളൊക്കെ ആരാ? പ്രയാമാനന്ദൻ സാർ, ഞങ്ങൾ ഗൗരി മേനോന്റെ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ വന്നാണ്. ഈ നേരത്താണോടാ ഓട്ടോഗ്രാഫിന് വരുന്നത്? നിന്നെ കാർഡാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ഗൗരി, സെക്യൂരിറ്റി വിളിക്കേ. വെള്ളമടിച്ച് പാതിരാത്രി പണിയുണ്ടാക്കാൻ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. അയ്യോ, ഞങ്ങൾ സാറിന് ഒരു പണി ഉണ്ടാക്കത്തില്ല. ഞങ്ങൾക്ക് ഈ മാഡത്തിന്റെ ഒരു ഒപ്പ് വേണമായിരുന്നു, അത് കിട്ടി. സാറിന്റെ ഓട്ടോഗ്രാഫ് ഞങ്ങൾക്ക് വേണ്ട സാറേ. പിന്നെ 1.5 കൊല്ലം വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പോഴല്ലേ സാറിനൊരു പണി കിട്ടിയത്. പാചകം അടിക്കാതെ ഇറങ്ങി പോടാ, ഇല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിടിക്കും. വരട്ടല്ലേ സാറേ? ചുമ്മാ ഇരിക്കണം. സോറി സർ. മാഡം താങ്ക് യു, വലിയ സന്തോഷമുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. വാ ഓടാ. സാറിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ലല്ലോ ഗൗരി, അവര് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അയ്യോ, ഒന്നുമില്ല പ്രേം, പാവങ്ങളാ. ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചു. സർല, ഇതുപോലെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാ ഡോർ തുറക്കണ്ട, എന്റെ റൂമിലേക്കൊന്ന് വിളിച്ചാ മതി. ഗൗരി കിടന്നോളൂ. ആ പിന്നെ തന്നെ കാണാൻ 2-3 ദിവസം കഴിഞ്ഞ് ഡാഡി സെറ്റിലോട്ട് വരുന്നുണ്ട്. സ്റ്റേറ്റ് ഭരിക്കുന്ന ഹോം മിനിസ്റ്റർക്ക് അതിനൊക്കെയുള്ള സമയം ഉണ്ടാവോ? സമയം ഉണ്ടാക്കിയല്ലേ പറ്റൂ, സ്വന്തം മകന്റെ ഭാവിയുടെ കാര്യല്ലേ. ഗുഡ് നൈറ്റ് പ്രേം. ഗുഡ് നൈറ്റ്. ഞാൻ വിളിക്കാം കേട്ടോ. എന്താ മാസ്റ്റർ? എന്താടാ ഭാഷ? അത് ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഫൈറ്റേഴ്സ് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഫൈറ്റേഴ്സ് യൂണിയനെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ധർമ്മരാജൻ മാസ്റ്ററോട് വർക്ക് ചെയ്യാൻ
ഫൈറ്റേഴ്സ് ആരും തയ്യാറല്ലെന്നാ പറഞ്ഞത്. അവനാ ആ ഉദയ്, അവൻ പറഞ്ഞിട്ടുണ്ടാവും ആരും പോകാൻ പാടില്ലെന്ന്. ഇനിയിപ്പോ എന്തൊരു വഴി മാസ്റ്റർ? എന്തു വഴി? നമ്മൾ കാരണം ഈ സിനിമയ്ക്കും ആദിത്യ സാറിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. പോയേക്കാം. ഉദയ് തന്നെ ചെയ്യട്ടെ ആന്റണി. ഷൂട്ടിംഗ് നടക്കട്ടെ. ഞാൻ ആദിത്യ സാറിനോട് കാര്യം പറഞ്ഞിട്ട് വരാം. മാസ്റ്റർ ഒരു മിനിറ്റ്. ഇത് ഈ ഹീറോയുടെ സുഹൃത്തുക്കളും വില്ലന്റെ ഗ്യാങ്ങും തമ്മിലുള്ള ഒരു കൂട്ടത്തല്ലല്ലേ? അതെ, ഒരു ഗ്യാങ് നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂപ്പായിട്ടാണ് ഫൈറ്റേഴ്സിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ, ഈ സീക്വൻസ് ഒരു 3-4 ക്യാമറ വെച്ച് ഒരു സിംഗിൾ ഷോട്ടിൽ വളരെ റിയൽ ആയിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. മാസ്റ്റർ റെഡി ആക്കിയോ? വഴിയുണ്ട്. റെഡിയല്ലേ? ഓ റെഡിയാണ് മാസ്റ്റർ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. അയ്യപ്പ അയ്യപ്പ അടി. മാസ്റ്റർ അവന്മാർക്ക് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമല്ല. ആക്ഷൻ പറ. ഓ ആക്ഷൻ. ആക്ഷൻ പറഞ്ഞു. ഇടി. എടാ ആക്ഷൻ ആക്ഷൻ. ആ തലമുടിയിലത്തെ മാസ്റ്ററുടെ കുത്തിയിരുന്നുണ്ട്. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞല്ലേ, എന്നെ പയ്യ അച്ഛൻ. മാസ്റ്റർ ഒരു മിനിറ്റ് മയക്കം. ഇവന്മാരെന്തോ കാണിക്കുന്നു? ഇവന്മാർ ശരിക്കും തല്ലുവാ. എന്തോ ആന്റണി, നമ്മുടെ പിള്ളേരാ സർ, കോളനിന്ന്. സിനിമയില് ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് മാസ്റ്റർ. ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി ചെയ്യുന്ന സീക്വൻസിനേക്കാൾ എന്ത് സ്റ്റൈലായിട്ടത്. സംഗതി ലൈവായി. കോളനിക്കാരെ വിളിക്കാനുള്ള ആന്റണിയുടെ ഐഡിയ അത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ആ ചെക്കൻ കൊള്ളാൻ കേട്ടോ. അവനാണ് മാസ്റ്റർ യഥാർത്ഥ ശിഷ്യൻ. ഉദയുണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റത്തില്ല. ആന്റണി ഈസ് എ ബോൺ ഫൈറ്റർ. പൊരുതി ജയിക്കുന്നവനെന്നും നല്ല മനസ്സായിരിക്കും. ഫ്ലൂക്കിനൊരു ഫൈറ്റ് നന്നായെന്ന് വെച്ച് ഇത്രയൊന്നും പറഞ്ഞു പുകഴ്ത്താനില്ല. ബട്ട് സീരിയസ്ലി ഞാൻ ഈ ഫൈറ്റ് പ്ലാൻ ചെയ്തത് ഇങ്ങനൊന്നുമല്ല. ജിമ്മി ജിബ് ഒരു കംപ്രസ് ടെലി ഇട്ടിട്ട് ആദ്യം നിനക്ക് പറഞ്ഞിട്ടുള്ളത് മര്യാദയ്ക്ക് ചെയ്ത് പടി. ജിബിലും ക്രെയിനിലും ഒക്കെ നമുക്ക് പതുക്കെ കയറാം. അതിനിവിടെ തൽക്കാലം വേറെ ആൾക്കാരുണ്ടല്ലോ. ഗൗരി, ഞാൻ ഇറങ്ങുക. ഷാൽ ഐ ഡ്രോപ്പ് യു ബാക്ക്? കീർത്തിലാലിൽ ഒരു സോളിറ്റർ എക്സിബിഷൻ ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ പിക്ക് അപ്പ് സംതിങ്. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. യു നോ ഐ ഇല്ല പ്രേം, യു ക്യാരി ഓൺ. ഓക്കെ. ഇനി വന്നേ. ഈ സോളിറ്റയർ വാങ്ങിച്ചു തരാം, ജിമിക്ക് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ഇവിടെ വർക്കൗട്ട് ആവൂല. കാശ് കണ്ട് വിടുന്ന ടീമല്ലടാ. നീ റൂട്ട് മാറ്റി പിടി. നാളത്തെ
പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ് കൊടുത്തോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് സമയത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഇടപാടിയിട്ടുണ്ടല്ലോ, ഒന്ന് റീചെക്ക് ചെയ്തോളൂ കേട്ടോ. നമസ്കാരം, ഞാൻ പ്രഭു സോളമൻ, ഫൈറ്റേഴ്സ് യൂണിയൻ പ്രസിഡന്റാ. നമസ്കാരം. എനിക്ക് നിങ്ങളുടെ പടത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ ഒന്ന് കാണണം ഇപ്പൊ തന്നെ. എന്താ സാർ കാര്യം? ഇതൊക്കെ തന്നോട് ബോധിപ്പിച്ചാലേ കാണാൻ പറ്റുള്ളൂ. വിളിച്ചിറക്കടാക്കളവനെ. നാളെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നാളെ ഗൗരിയുടെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള ജമ്പ ക്ലൈമാക്സ് ലീഡ്. ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ ചാടുമല്ലോ അല്ലേ? ഞാൻ ട്രൈ ചെയ്യാം സർ. അത് മതി, ആ മനസ്സ് മതി. ചാട്ടം എന്നൊരു ചീട്ട് എഴുതിയിട്ട ആ ഏരിയ വരാത്തൊരു നായകനാണ് എൻ്റെത്. അത് ബാലൻസ് ചെയ്യേണ്ടത് തെന്നിന്ത്യൻ സൂപ്പർ നായികയാണേ. താങ്ക്സ് ഡാർലിംഗ്. മേ ഐ കം ഇൻ സർ? സർ, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ആ ഉദയ് ഫൈറ്റേഴ്സ് യൂണിയന്റെ ആൾക്കാരുമായിട്ട് താഴെ വന്ന് നിൽക്കുകയാണ്. മാസ്റ്റർ ഒന്ന് താഴോട്ട് വന്നാൽ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഇവനിത് രണ്ട് മേടിച്ച് കെട്ടിയിട്ട് പോകത്തുള്ളൂ. മാസ്റ്റർ വന്നേ, വാ. അത് വേണ്ട, സാറ് വന്ന ഇഷ്യൂ അങ്ങ് വലുതാവും. ഞങ്ങളത് നൈസായിട്ട് ഡീൽ ചെയ്ത് വിട്ടോളാം. നൈസായിട്ട് ഡീൽ ചെയ്താലും ഇല്ലെങ്കിലും സത്യം ഒരു കാര്യം ഉറപ്പാണ്. ഉദയ് ഇനി ഈ പടം ചെയ്യുന്നില്ല. ബാക്കി ഫുൾ ഫൈറ്റ്സും മാസ്റ്റർ തന്നെ ചെയ്യുന്നു. ഇനി ഫൈറ്റേഴ്സ് യൂണിയൻ എന്നെ ബാൻ ചെയ്താലും സാരമല്ല. ചെൽ. മാസ്റ്റർ എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണവുമില്ല. ഇത്രയും ശക്തമായ ഒരു ഫൈറ്റേഴ്സ് യൂണിയൻ ഇവിടെ നിലവിലുള്ളപ്പോ അതിൽ അംഗങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തിയ ഒരു ഫൈറ്റ് എടുക്കാൻ മാഷക്ക് അങ്ങനെ ധൈര്യം വന്നു? ഒരു ഫൈറ്റിന്റെ ഷൂട്ടിംഗ് ചാർട്ട് ചെയ്തിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതിലേക്ക് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്ന ഫൈറ്റേഴ്സ് ആരും തന്നെ വരില്ലെന്ന് പറയുകയും ഈ വിവരം യൂണിയൻ ഓഫീസിൽ അറിയിച്ചപ്പോൾ ഉദയല്ല ഈ സിനിമ ചെയ്യുന്നെങ്കിൽ ഒരു ഫൈറ്റേഴ്സും ഈ സിനിമയുമായി സഹകരിക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന വാദങ്ങളൊക്കെ തെരുവിൽ നിന്ന് കണ്ട അലവലാദികളെ വിളിച്ച് ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം അല്ല പറയേണ്ടത്. ഇത്രയും ഗുരുതരമായ നിയമലംഘനം നടത്തിയ ധർമ്മരാജൻ മാസ്റ്റർ തന്നെയാണ് തുടർന്ന് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ ഈ സിനിമയുടെ റിലീസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. സാറന്മാരൊലത്തും. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഞാനാ വിളിച്ചത്. ഇനി എനിക്ക് വേണ്ടി ഇവൻ സംസാരിക്കും. ഒരു സിനിമയിൽ ഫൈറ്ററായി പ്രവർത്തിക്കാൻ ഫൈറ്റേഴ്സ് യൂണിയൻ അംഗത്വം വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു പുതുമുഖ നടന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കണമെങ്കിൽ അതിന് നിലവിലുള്ള ഒരു സംഘടനയുടെയും അംഗത്വം ആവശ്യമല്ല. ധർമ്മരാജൻ മാസ്റ്റർ ഷൂട്ട് ചെയ്ത ഫൈറ്റിൽ അഭിനയിച്ച 5 സ്റ്റാർ കോളനിയിലെ എന്റെ സുഹൃത്തുക്കൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണെങ്കിലോ? കഥാപാത്രങ്ങൾ? ഏത് കഥാപാത്രങ്ങൾ? അതെ ഉദയ മാസ്റ്ററെ, നായികയുടെ ചേട്ടൻ, വല്യച്ഛൻ, കൊച്ചച്ഛൻ, മാമൻ, മാമി, കസിൻസ്, അയലോക്കത്തോട് അങ്ങനെ ഒത്തിരി പേരുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ സത്യൻ സാറിനോട് ചോദിച്ചാൽ. അതെ, അവരെല്ലാം ഈ സിനിമയുടെ നിർണായക കഥാപാത്രങ്ങളാണ്. പക്ഷേ ഒരു ഫൈനൽ എഡിറ്റിംഗ് വരുമ്പോൾ അവരൊക്കെ ഈ ഫൈറ്റിൽ മാത്രമായി ചുരുങ്ങിയേക്കാം. അതൊക്കെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ആദിത്യൻ സാറിന്റെ സ്വാതന്ത്ര്യം, അവകാശം അല്ലേ? കറക്റ്റ്. ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ മാത്രം അടങ്ങുന്ന ഡ്യൂപ്പുകളുടെയോ മറ്റ് ഫൈറ്റേഴ്സിന്റെയോ ആവശ്യമില്ലാത്ത ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാൻ ഒരു ഫൈറ്റ് മാസ്റ്ററും അസിസ്റ്റന്റും മാത്രം മതി എന്ന നിയമവും ഈ യൂണിയൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ ഈ സിനിമയുടെ റിലീസ് ബ്ലോക്ക് ചെയ്യാൻ സാറുമാരും ഒലത്തും. ആ പിന്നെ ഇന്ന് പ്രൊഡക്ഷൻ നല്ല മൂത്ത ബീഫുണ്ട്. അത് വേണേ വയറ് നിറയെ വെട്ടി വിഴുങ്ങിട്ട് 4 ഏമ്പൊക്കെ വിട്ട് വന്ന വഴിക്ക് വിട്ടോ. പണ്ടൊരിക്കൽ നമ്മൾ തമ്മിലൊന്ന് ഒരസ്യതാണ്. അന്ന് നീ നിന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് വന്നു. നിങ്ങൾ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സിനും ഫൈറ്റേഴ്സിനും അറിയാത്ത ഒരു തരം ഫൈറ്റ് ഉണ്ട്, സിനിമയ്ക്ക് പുറത്തുള്ള ഫൈറ്റ്. എന്നെ നിർബന്ധിക്കരുത്, ഞാൻ തല്ലും. ഉദയ് പോ. കാലക്കി ഇതുപോലൊരു ട്വിസ്റ്റ് ആദിത്യൻ സാറിന്റെ ഒരു പടത്തിലും ഉണ്ടായിട്ടില്ല. ഗൗരി, യവന്മാരിങ്ങനെ പലതും പറയും. ഫുൾ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയാൽ ഒരു പട്ടി ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഒരു ഡ്യൂപ്പിനെ ഉപയോഗിച്ച് ചെയ്യുന്നതിൽ ഒരു കുറവും വിചാരിക്കണ്ട. എല്ലാ സേഫ്റ്റി എക്യുപ്മെന്റ്സും കരുതിയിട്ടുണ്ട് സർ. ഈ പടത്തിന് വേണ്ടി ഓർഡർ ചെയ്തുണ്ടാക്കിയ ബ്രാൻഡ് ന്യൂ ഹാർനസും റോപ്പുമാ. ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ ആദിത്യൻ സാർ സൂചിപ്പിച്ചിരുന്ന ഈ ഷോട്ട് ഡ്യൂപ്പില്ലാതെ ഗൗരി മാഡം തന്നെ ചെയ്യുന്നതിനെ കുറിച്ച്. തന്നോട് ആരാടോ ചോദിച്ചത്? തനിക്ക് കെട്ടിടത്ത് നിന്ന് നായികയെ കൊണ്ട് എന്നെ ചാടിച്ച് ഷോട്ട് എടുക്കണം അല്ലേ? അല്ലേ? താൻ പറഞ്ഞ എന്ത് മണ്ടത്തരവും കാണിക്കാൻ ഡെയിലി ബാറ്റയും വാങ്ങിച്ച് കൂടെ കുറെ വാലാട്ടി പട്ടികൾ ഫൈറ്റേഴ്സ് ഇല്ലേ, അവന്മാർ ആരെങ്കിലും ചാടിയാ മതി. ക്യാമറ ഇവിടെ താഴെ വെച്ചെടുത്ത ആളെ അറിയില്ല. ഹലോ പ്രേം, ക്യാമറ എവിടെ വെക്കണം എന്ന് നീ പഠിപ്പിക്കണ്ട. ഈ ഷോട്ടിൽ റിസ്ക് ഇൻവോൾവ് ആണെന്ന് നിനക്കും എനിക്കും ഗൗരിക്കും മാസ്റ്റർക്ക് പറയാം.
പക്ഷെ ഒരു ആക്ടർ ഇത്തരം ചില റിസ്കുകൾ എടുക്കാൻ തയ്യാറാവുന്നിടത്താണ് ഒരു നല്ല ആക്ഷൻ സിനിമ ജനിക്കുന്നത്, ഒരു താരം ജനിക്കുന്നത്. ജനത്തിനറിയാം ഡ്യൂപ്പ് ഏത് നടിയേതെന്ന്. ഇടോ താനോ ഡ്യൂപ്പില്ല ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരുടെ കോൺഫിഡൻസ് കളയുന്നതിന് നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീക്വൻസുകളിൽ ഒന്നാണ്. ഈ ജമ്പ് ഗൗരി തന്നെ ചെയ്താലുണ്ടാവുന്ന ഇമ്പാക്റ്റ് നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. പക്ഷേ ഞാൻ നിർബന്ധിക്കില്ല, തീരുമാനം ഗൗരിയുടേതാണ്. ആദിത്യ, പക്ഷേ ഞാൻ പറയുന്നത് പ്രേം, തീരുമാനം ഗൗരിയുടേതാണ്. ആന്റണി, ആന്റണി പറയൂ, ഈ ഷോട്ട് ചെയ്താൽ എന്റെ സേഫ്റ്റി ഗ്യാരണ്ടീഡ് ആണോ? നൂറ് ശതമാനം. സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഷോട്ട് ചെയ്യാൻ ഒരു കാരണവശാലും മാഡത്തിനെ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു. പിന്നെ ഒരു പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. വേണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാം. അത് കണ്ടിട്ട് വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മാഡം ചെയ്താൽ മതി. ഭാഷ, ഓ ഹാർനസ് എടുക്കടാ. ആന്റണി റെഡിയാ? റെഡി മാസ്റ്റർ. അയ്യപ്പ. So what do you think, Gauri? Can you do it? ഓക്കെ സർ, ഞാൻ ചെയ്യാം. Good. Start camera. Rolling. അയ്യപ്പ. മാഡം കുഴപ്പമൊന്നുമില്ലല്ലോ. മാഡം, മാഡം, താങ്ക്സ്. ഏതൊരു സിനിമയും പോലെ ഈ സിനിമയുടെ വിജയവും ഒരാൾക്ക് മാത്രം, എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. എന്നെ സിനിമാ സംവിധാന രംഗത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ധർമ്മരാജൻ മാസ്റ്റർ ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചു എന്നുള്ളത് ഈ വിജയത്തിന് ഇരട്ടി മധുരമേകുന്നു. ഓരോ വിജയത്തിനും അവകാശികൾ ഒരുപാടാണ്. എന്നാൽ തോൽവി ഏകാഗിയായ അനാഥനായ ഒരു മനുഷ്യനാണ്. ഇനിയും മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകളുണ്ടാവട്ടെ, പുതിയ പ്രതിഭകളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം ആക്ഷൻ സൂപ്പർ സ്റ്റാർ പ്രേമാനന്ദന് മൊമെന്റോ നൽകാൻ
പ്രശസ്ത സംവിധായകൻ മേജർ രവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. വെൽ ഡൺ പ്രേം. സ്വന്തം കഴിവുകൾ അംഗീകരിക്കപ്പെടാതെ പോകുമ്പോൾ ഒരു നടനുണ്ടാകുന്ന വേദന എന്താണെന്ന് കഴിഞ്ഞ 3.5 വർഷമായി അനുഭവിച്ചവനാണ് ഞാൻ. പ്രേമാനന്ദിന് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, ഡാൻസ് ചെയ്യാൻ അറിയില്ല, എന്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർ ഈ കൂട്ടത്തിൽ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കുള്ള മറുപടിയാണ് ഫൈറ്റർ എന്ന ഈ സിനിമ. ഈ സിനിമയിൽ നിങ്ങൾ കണ്ട് ആസ്വദിച്ച ആക്ഷൻ സീക്വൻസുകൾ കഴിഞ്ഞ 2 വർഷത്തെ എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതിസാഹസികമായ പല സീക്വൻസുകളിലും ഒരു ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും ഞാൻ അനുവദിച്ചില്ല. ഒന്ന് ഞാൻ ഇവരൊന്ന് കൂവിക്കോട്ടെ. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്യാൻ ഡ്യൂപ്പിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഗൗരി മേനോന് പ്രചോദനമായത് എന്റെ ഈ സാഹസികത തന്നെയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവൻ പണയം വെച്ച് ഞാൻ ചെയ്ത സ്റ്റണ്ട് സീക്വൻസുകൾ കണ്ട് സിനിമാ വ്യവസായത്തോടുള്ള മധുരമായ പ്രതികാരം വീട്ടലിന്റെ സുഖം അനുഭവിക്കുകയാണ് ഞാൻ. ഈ ആന്റണിയുടെ വീട് ഏതാ? അപ്പനെ കാണാൻ ഒരാൾ വന്നേക്കണേ. വണക്കം. നമസ്കാരം. എന്താടി ഞാൻ നനയ്ക്കാൻ വെച്ചിട്ടുണ്ടാ. എന്റെ മോനാ? അയ്യോ അല്ലല്ല, അവന്റെ അപ്പനാ ഞാൻ. മേഡം എന്താ ഇവിടെ? ആന്റണിയെ കാണാൻ. എന്നെ കാണാനോ? ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആന്റണിയുടെ വീടും ഈ കോളനിയും ഒക്കെ കാണാൻ പറ്റുമോ? എന്തേ ഇന്നലെ നേരത്തെ പോന്നെ? അതിപ്പോ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല, ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ. ഇന്നലെ എല്ലാരും സംസാരിച്ചത് നമ്മുടെ സിനിമയുടെ ആക്ഷൻ സീക്വൻസുകളെ കുറിച്ചായിരുന്നു. ഈ ടൈറ്റിൽസിൽ എഴുതി കാണിക്കുന്ന ഒരു 10-15 പേരുകളും നടീനടന്മാരും മാത്രം അടങ്ങുന്നതാണ് സിനിമ എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇന്നലെ വിജയം കൊട്ടിഘോഷിച്ച നമ്മുടെ സിനിമ കണ്ടവർ ചിലപ്പോൾ ആന്റണിയെ കണ്ടു കാണില്ല. അതുകൊണ്ട് മാത്രം ആ സിനിമയ്ക്ക് വേണ്ടി ആന്റണി ചെയ്തതെല്ലാം ഇല്ലാതാവുന്നില്ലല്ലോ. ആന്റണി ഇല്ലെങ്കിൽ ആ സിനിമയില്ല. അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. സോ ദിസ് ഇസ് ഫോർ യു. നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആന്റണിക്ക് എന്റെ വകയൊരു ഗിഫ്റ്റ്. അയ്യോ മേഡം, ഇതൊക്കെ എനിക്ക്. അതെന്താ ആന്റണി, ഞാനൊരു ഗിഫ്റ്റ് തന്നാ അത് വാങ്ങില്ലേ? എന്നാ പോട്ടെ. ചാർസൺ ആന്റണി. റോൾസെക്സ് നല്ലട പോർക്കെ. റോളക്സ് അന്യായ വില വന്ന വാച്ചാണ് ഇതൊക്കെ. 10-15 ലക്ഷം. പിന്നെ അല്ലേ തന്നെ വിലയൊക്കെ ഇപ്പൊ എന്തിനു നോക്കണം. മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? അല്ല മച്ചു, ഇതേ കഥയില് ഒരു ഇംഗ്ലീഷ് ഫിലിം ഉണ്ടല്ലോ. ഷോ, പേരങ്ങ് മറന്നു. അതിലൊരു സിനിമ നടി പിച്ചക്കാരനെ പ്രേമിക്കുന്ന രംഗമുണ്ട്. അത് തുടങ്ങുന്നതും ഒരു വാച്ച് കൊടുത്താ.
മുത്തു, നീ ഈ വഴിയൊക്കെ അറിയോടാ? കുത്തല്ലേടാ, നിനക്കറിയാലോ ഇവിടെ വന്നെന്ന് പറഞ്ഞാ ഉദയ അവിടെ കയറ് പൊട്ടിക്കും. വാ. പിന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഓ, അതൊക്കെ കണക്ക് തന്നെ. അന്തോണീസ് പുണ്യാളോ. ശരി, കാന്താരി നീ ഉണ്ടായിരുന്നോ കൂടെ? അവള് വലിയ സന്തോഷത്തിലാണല്ലോടാ. എവിടുന്ന പയ്യൻ? കണ്ണൂരിൽ നിന്നാ. KSRTC-യില. വീട്ടുകാർ ശ്രീധനം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോഴും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവളെ കൂടെ കൂട്ടാൻ തയ്യാറായവനാ. എന്നാലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റൂടാ. സുഖമില്ലാത്ത കുട്ടിയല്ലേ. എന്താടാ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ആ, ഒരുവിധം. ഒരു 1.25 ലക്ഷം രൂപയുടെ കുറവുണ്ട്. വഴിയുണ്ടാകും. വീട്ടിൽ ആദ്യത്തെ കല്യാണമല്ലേടാ, നന്നായി നടത്തണം. നീ നിക്ക്. എന്നാടാ കുറച്ച് പൈസ തൽക്കാലം ഇത് വെക്ക്. എന്റെ വഴിക്ക് ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഏയ് വേണ്ടടാ, പൈസയ്ക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ വീട്ടാൻ പറ്റുന്ന കടങ്ങളല്ലേ വാങ്ങാൻ പാടുള്ളൂ. ഈ കടം എനിക്ക് വീട്ടാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിനിത് കടവായിട്ടാന്ന് ആരാ പറഞ്ഞത്? ഇവൾ എന്റെയും കൂടി പെങ്ങളല്ലടാ. അതല്ലടാ, ഇവളുടെ കല്യാണം അത് ഞാനുണ്ടാക്കുന്ന പൈസ കൊണ്ട് തന്നെ നടത്താൻ പറ്റുമോ നോക്കട്ടെ. ശരി, പക്ഷെ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായ ആദ്യം എന്നോട് തന്നെ ചോദിക്കണം. നീ ഒരാളെങ്കിലും ഇത് പറയാനുണ്ടല്ലോടാ. ഇപ്പൊ എനിക്ക് ധൈര്യമായി. വരണം വരണം സാർ. ആ, തുടങ്ങിയോടോ ബർത്ത്ഡേ പാർട്ടി? ആകുന്നുള്ളൂ സാർ, അതോട്ടിരിക്കാം. എന്നിട്ട് അനിയത്തിയുടെ ഈ വിശേഷം നിന്നോടാരാ പറഞ്ഞേ? കോളനിയിലെ ബഷീറാ പറഞ്ഞത്. അവിടെ വലിയ ആളും പാളമൊക്കെ ആയിരുന്നു. ആരോടും പറയാതെ അവൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയിരിക്കുന്നു. ഗൗതം, ഇതിന് ചോദിച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. മോനെ, VIP ഇളക്കെത്തി, താഴേക്ക് വാ. ഓക്കെ ഡാഡ്, ഐ ആം കമ്മിങ്. വാ. മോനെ, ഹാപ്പി ബർത്ത്ഡേ പ്രേം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അങ്കിൾ. എന്തിനാ അങ്കിൾ ഇതൊക്കെ? അങ്കിൾ വന്നതിൽ വലിയ സന്തോഷം. എന്നാ ഡയലോഗായി അടിക്കുന്നേ? ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ നേതാവല്ലേ ഇദ്ദേഹം. ഇദ്ദേഹം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ജയിച്ചാലും വെറും MLA ആയിരിക്കാനേ പറ്റൂ. ഇതാരാ മനസ്സിലായില്ല? എന്റെ ഫ്രണ്ട് ഗൗതം മേനൻ. ഹലോ. എടോ, താൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ഗൗരി മേനന്റെ ബ്രദർ. ഓ, അത് ശരി. എന്ത് ചെയ്യുന്നു? അത് ഞാനിങ്ങനെ ചില പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള പദ്ധതിയിലായിരുന്നു. ഗൗരി വന്നില്ലേ? അവൾ ഇപ്പോഴും എത്തും. ആ, വരണം. 100 years. ഹാപ്പി ബർത്ത്ഡേ പ്രേം. താങ്ക് യു സോ മച്ച്. സോറി അങ്കിൾ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ, നീ കാത്തിരുന്ന ആളെത്തിയ സ്ഥിതിക്ക് ഇനി ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യണ്ടേ? പറഞ്ഞ പോലെ ഈ പിള്ളേരെ ഇങ്ങനെ വിട്ടാ മതിയോ സാർ? ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ. കാര്യങ്ങളൊക്കെ അവര് തന്നെ തീരുമാനിക്കട്ടെ. ആ, എന്തായാലും ഭരണം മാറുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല. ഡ്യൂപ്പില്ലാതെ ഞാൻ ചെയ്ത ആ സീനിന് ജനങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുകൊണ്ടാ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചത്. അതിപ്പോ ഇത്ര വലിയ പ്രശ്നമായോ? ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇത്രയും മോശമായ ഒരു സ്ഥലത്തേക്ക് ഗൗരി നേരിട്ട് പോണമായിരുന്നോ? ഇതെന്താ പ്രേം, ഒരുമാതിരി ഭാര്യയെ സംശയിക്കുന്ന ഒരു ഭർത്താവിന്റെ സ്വരത്തിൽ? ഒരു ഭാര്യയോട് ഭർത്താവിനുള്ള അധികാരം അവന് നിന്നോടുണ്ടെന്ന് കൂട്ടിക്കോ. നീ ഇന്ന് ആരെ കാണാനടിയാ 5 സ്റ്റാർ കോളനി പോയത്? ഗൗതം, ഗൗരി, ഒരു കാര്യം ഓർക്കണം. നമ്മളെല്ലാം സെലിബ്രിറ്റികളാ. ചെറിയ കാര്യങ്ങൾ നാളെ വലിയ വലിയ വാർത്തകളാവും. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. പ്രേം, ഇവനോ വിവരമില്ല. ഈ ഒരു ചെറിയ കാര്യം എന്തിനാ ഇങ്ങനെ ഒരു ഇഷ്യൂ ആക്കുന്നത്? നിനക്കിതൊരു ചെറിയ കാര്യമായിരിക്കും. ഗൗതം പ്ലീസ്, ഇത് നമ്മുടെ വീടല്ല. ഇവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യം കൂടെ കൊണ്ട് നടന്ന് ചെലവിന് കൊടുക്കുന്ന ഒരു സുഹൃത്തിനെയല്ല, തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്ന ഒരാളെയാണ് വേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി പ്രേം അതല്ല ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻജോയ് ദ പാർട്ടി.